ഗ്ലോബൽ ബിസിനസ് സ്റ്റോറീസ് എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഗ്ലോബൽ ബിസിനസ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര രംഗത്തേക്ക് ഇവിടെ നിന്ന് കുതിച്ചുയർന്നു പോയി പേര് രേഖപ്പെടുത്തിയ, അടയാളപ്പെടുത്തിയ ബിസിനസ് മനുഷ്യരെ, കച്ചവടക്കാരായ ആളുകളെക്കുറിച്ച് സംസാരിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ കൂടെ ഈ പരിപാടിയിൽ എന്നോടൊപ്പം ഉള്ളത് ഇംപാക്സ് എന്ന് പറയുന്ന വലിയ ബ്രാൻഡിൻ്റെ, ഇലക്ട്രോണിക്സ് ആൻഡ് കുക്ക്വെയർ രംഗത്ത് വലിയ തോതിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡിൻ്റെ സ്ഥാപകൻ MD സിനുവൈസ് ആണ്. ഭക്ഷണപ്രിയരായ മനുഷ്യർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഏത് മുക്കിലും മൂലയിലും എന്ന് കാണാൻ കഴിയുന്ന ബ്രാൻഡാണ് ചിക്കിങ്. അത് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. 30-ലധികം രാജ്യങ്ങളിൽ സജീവ സാന്നിധ്യമുള്ള, വളരെ പെട്ടെന്ന് തന്നെ 40 രാജ്യങ്ങളിലേക്ക് അവരുടെ ഔട്ട്ലെറ്റുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ചിക്കിങ്ങിൻ്റെ സ്ഥാപകൻ ശ്രീ AK മൻസൂർ. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ കൂടെ ഉള്ളത്. മലയാളികളെ സംബന്ധിച്ച്, മലയാളി കച്ചവട മോഹികളായ മനുഷ്യരെ സംബന്ധിച്ച്, ഓൺട്രപ്രണേഴ്സിനെ സംബന്ധിച്ച് വളരെ പ്രചോദനാത്മകമായ രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒന്ന്. കേരളത്തിൽ മാത്രമായിട്ടല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമായിട്ടല്ല. ഇപ്പം മൻസൂർക്ക് ദുബൈയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മാത്രമായിട്ടല്ല, ലോകത്ത് മുഴുവൻ തങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന, അശ്രാന്ത പരിശ്രമം തുടരുന്ന ഏറ്റവും വലിയ എൻകറേജിങ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവരോടൊപ്പം സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു 45 മിനിറ്റ് സമയം. എല്ലാവർക്കും സ്വാഗതം ഈ സെഷനിലേക്ക്. അത് ഞാൻ മൻസൂർക്കോട് ചോദിക്കട്ടെ. മൻസൂർക്ക്, ഇപ്പോൾ കേരളത്തിൽ ആണ്, മലയാളി എന്ന നിലയ്ക്ക് കേരളത്തിൽ എവിടെ പോയാലും ലോകത്തെവിടെ പോയാലും ചിക്കിങ് എന്ന ബ്രാൻഡിൻ്റെ പേര് കാണാം, ഒരു കട കാണാം. അപ്പം എനിക്കെൻ്റെ ഒരു സംശയം, എൻ്റെ പ്രാഥമികമായ സംശയം, ഇത്രയും ഔട്ട്ലെറ്റുകളുണ്ട്, ഇതെല്ലാം സത്യത്തിൽ നിങ്ങൾ നേരിട്ട് ഓൺ ചെയ്യുകയും നിങ്ങൾ നേരിട്ട് നടത്തുന്നതുമാണോ, അതോ നിങ്ങളുടെ പേര് മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ആൾക്കാരാണോ ഇതൊക്കെ നടത്തുന്നത്? അല്ല, ചിക്കിങ് വളരെ ഒരു 10% മാത്രമേ ഞാൻ നേരിട്ട് നടത്തുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളാണ്. ഓക്കെ. അത് ലോകത്തിന് ഇപ്പോൾ ഒരു 39 കൺട്രീസിൽ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ഒരു 7 രാജ്യങ്ങളിൽ അടുത്തൊരു 3 മാസം കൊണ്ട് ഞങ്ങൾ 7 ഔട്ട്ലെറ്റുകൾ വരും. അതിനോടൊപ്പം തന്നെ പുതിയ രാജ്യങ്ങളും ഞങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൂടുതൽ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ. ഓക്കെ. ഈ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വികസിക്കാൻ ഫ്രാഞ്ചൈസീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏർപ്പാട് എങ്ങനെയാണ്? ഇപ്പം ചിക്കിങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് ഒരു ഫ്രാഞ്ചൈസി ആരംഭിക്കുക, അത് കിട്ടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോൺട്രാക്റ്റ് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ നിങ്ങളുടെ ക്വാളിറ്റി ആൻഡ് ബ്രാൻഡിൽ നിങ്ങളുടെ ഓണർഷിപ്പ് എന്ന് പറയുന്ന സംഗതിയൊക്കെ എങ്ങനെയാണ്? അതായത് നിങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ചിക്കിങ്. അപ്പോൾ അതിൽ ആർക്കും ഫ്രാഞ്ചൈസി എടുക്കാം, പക്ഷെ അതിൽ നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓണർഷിപ്പ് എന്ന് പറയുന്ന സംഗതി എന്തുമാത്രമാണ് ചോദിക്കാൻ? അവർക്ക് നമ്മൾ ഫ്രാഞ്ചൈസി അഗ്രിമെന്റ് ഉണ്ടാവും. ചില രാജ്യങ്ങളിൽ ഞങ്ങളത് മാസ്റ്റർ ഫ്രാഞ്ചൈസി കൊടുക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ സബ് ഫ്രാഞ്ചൈസി കൊടുക്കാം. പക്ഷേ പുറത്തുള്ള രാജ്യങ്ങൾ എല്ലാം മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ്. ഇപ്പോൾ ഈ 39 രാജ്യങ്ങളിലും ഞങ്ങളുടെ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ ആ മാസ്റ്റർ ഫ്രാഞ്ചൈസി അവർക്ക് വേണമെങ്കിൽ ഒരു 2-3 ഔട്ട്ലെറ്റ് അവർ നടത്തി സക്സസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ അപ്പോഴാണ് ഞങ്ങൾ മാസ്റ്റർ ഫ്രാഞ്ചൈസി കൊടുക്കും. ചോദിക്കാം, നിങ്ങൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്താണ്? ഇപ്പോൾ ഒരാൾക്കൊരു ഫ്രാഞ്ചൈസി ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് നിങ്ങൾ നടത്തുന്ന ഒരു ഫീസിബിലിറ്റി ആൻഡ് ഗ്രൗണ്ട് സ്റ്റഡി പോലുള്ള സംഗതികളുണ്ടോ? അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്? അതിൻ്റെ ഒരു കോൺട്രാക്റ്റിൻ്റെ സ്വഭാവമൊക്കെ എന്താണ്? ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അതിനെല്ലാം അവർ പ്രോപ്പറായിട്ട് ആൻസർ തരണം. പിന്നെ അവർക്കിത് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് കൂടി ഒരു വിശ്വാസം തോന്നണം. എങ്കിൽ മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. കാരണം കൊടുത്തിട്ട് പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല. കാരണം ആ വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെ വരികയെന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ മാസ്റ്റർ ഫ്രാഞ്ചൈസി കൊടുക്കില്ല. ഒരാൾക്കൊരു ഇൻഡിവിജ്വൽ ഔട്ട്ലെറ്റ് കൊടുക്കും. നമ്മൾ ആ ഔട്ട്ലെറ്റിൽ അവർ അത് നന്നായി നോക്കും, നമ്മൾ വാച്ച് ചെയ്യും 6 മാസം. അപ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യന് ഫ്രാഞ്ചൈസിയുടെ കയ്യിൽ നിന്ന് വരും. ഞങ്ങൾ നന്നായി വരുമ്പോൾ അടുത്ത് വേറൊരാൾ വന്നിട്ട് മാസ്റ്റർ ഫ്രാഞ്ചൈസി ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്യും. അത് കൊടുക്കില്ല. നമ്മളവർക്ക് ഒരു 6 months to 1 year ഞങ്ങളത് ബ്ലോക്ക് ചെയ്ത് നോക്കും. ആ 1 yearനകത്ത് നമ്മളവരെ കുറിച്ച് ഫുള്ളായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവർ ഒരെണ്ണം തുടങ്ങി, അപ്പോൾ അവർ പറയും രണ്ടാമതും തുടങ്ങിക്കഴിഞ്ഞ് 1-2 തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ മാസ്റ്റർ ഫ്രാഞ്ചൈസി. അതാണ് ഞങ്ങളൊരു ക്രൈറ്റീരിയ. നോർമലി ഇവരിത് നടത്താൻ കഴിയുമെന്ന് അവർ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ. ഈ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്ന സംഗതി, മൈക്കൊന്ന് കുറച്ച് അടുപ്പിച്ച് പിടിക്കാം. ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്ന സംഗതി, അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി
അതിൻ്റെ ഏറ്റവും മനോഹരമായ ഡെലിവറി എന്ന് പറയുന്ന സംഗതിയൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ നേരിടുന്ന ഒരു ചലഞ്ചസ് ആൻഡ് സാധ്യതകൾ എന്ന് പറയുന്ന സംഗതി എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ? ഈ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു SOP ഉണ്ട്, അത് അവർ ഫോളോ ചെയ്യണം. അത് ആ പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അത്ര ചലഞ്ചസ് ഉണ്ടാവില്ല. SOP ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് SOP എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. അത് അവർ ഫോളോ ചെയ്തില്ലെങ്കിൽ അവർക്കും ചലഞ്ചാണ്, ഞങ്ങൾക്കും ചലഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ ചലഞ്ചിലേക്ക് അവരെ പറഞ്ഞേക്കില്ല. അതിനു പറ്റുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട് അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ഫ്രാഞ്ചൈസി കൊടുത്താൽ ഞങ്ങളുടെ ആളുകളുണ്ടാവും അവിടെ, ഓരോ മാസം ആദ്യം ഉണ്ടാവും. അപ്പോൾ ആ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അവർ അതിനൊരു പോരാ, അവർക്ക് ഒന്നും കൊണ്ടും ഒരു ട്രെയിനിങ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റാഫിനെ തന്നെ ഇട്ട് കൊടുത്ത് വീണ്ടും അവരതിലേക്ക് കൊണ്ടുവന്ന പിന്നെ 1-2 മാസം കൊണ്ട് ഇതൊരു അത്രയും വലിയൊരു പ്രശ്നമുള്ള ഒരു ഫീൽഡല്ല. സാറിന് ഇതൊരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ്. അതവർക്ക് വളരെ ചുരുങ്ങിയതൊരു നോർമൽ 7 to 15 days കൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റാവുന്നത്. ഇതിൻ്റെ മേജിക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പൈസസ് ആണ്. ഈ സ്പൈസസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നല്ല സ്പൈസസ് കിട്ടുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും. ലോകം 39 രാജ്യങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന രാജ്യങ്ങൾക്കെല്ലാം പോകുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്പൈസസ് ആണ്. അത് നമ്മൾ മൂവാറ്റുപുഴയിലാണ് ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് ഉണ്ടാക്കി നമ്മളത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കും. അത് നമ്മൾ ഓവറായിട്ടൊന്നും അയച്ചു കൊടുക്കാം. ചില എക്സാക്റ്റ് നമുക്കറിയാം അവരുടെ സെയിൽ എത്ര ഉണ്ട്. ആ സെയിലിൽ 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിന് 2 മാസത്തിന് മാക്സിമം എക്സ്ട്രാ കൊടുക്കുള്ളൂ. കാരണം എപ്പോഴും ഫ്രഷായിട്ട് ഈ സ്പൈസസ് കിട്ടുമ്പോഴാണ് ഈ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനൊരു നല്ല ടേസ്റ്റും ഇതൊക്കെ കിട്ടുള്ളൂ. ഇത് ആളുകൾ ഇത്രയും രാജ്യങ്ങളിൽ വരുന്നതെന്ന് വെച്ചാൽ ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും കഴിച്ചിട്ട് ടേസ്റ്റ് വന്നാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ അവരുടെ നാട്ടിൽ പോയിട്ട് മാർക്കറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ നോർമലി അതൊരു സക്സസ് ആണ്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് എത്യോപ്യൻ എയർപോർട്ടിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു വലിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ സാധാരണക്കാർ അവിടെ പോയി കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടും. ആ ഫുഡ് ഇഷ്ടപ്പെടുമ്പോൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ രാജ്യം കിട്ടുകയാണ്. ലോകത്തിപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ഇന്ത്യയിലുണ്ട്, GCCയിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലുണ്ട്, യൂറോപ്പിലുണ്ട്. ഏറ്റവും പ്രതീക്ഷാ നിർഭരമായി വികസിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എക്സ്പോൺസ് ഉള്ള ഒരു റീജിയൺ ഏതാണ്? അല്ല, ഏറ്റവും നല്ല റീജിയൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇന്ത്യയാണ്. ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ല, കാരണം 140 കോടി ജനങ്ങളുടെ നമ്മൾ ഇന്ത്യയാണ് ഏറ്റവും നല്ലൊരു സ്ഥലം. പിന്നെ ഇപ്പോൾ നമുക്ക് USA വന്നിട്ടുണ്ട്, ന്യൂയോർക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ 2 രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഓൾറെഡി പ്രസൻസ് ഉണ്ട്. ഇന്ന് സുരിനാം എന്ന് പറഞ്ഞ രാജ്യത്ത് അടുത്ത് തന്നെ ഒരു മാസം കൊണ്ട് മാർച്ച് 20 തൊട്ട് അവിടെ ഓപ്പൺ ആവും. പിന്നെ ബ്രസീലിൽ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ രാജ്യങ്ങൾ അതുപോലെ ന്യൂസിലാൻഡിലുണ്ട്. ഒരു സൗത്ത് അമേരിക്ക മുതൽ ന്യൂസിലാൻഡ് വരെ ചിക്കിങ്ങിൻ്റെ പ്രസൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ചോദ്യത്തിൻ്റെ ഒരു വശം എന്ന് വെച്ചാൽ എല്ലാ റീജിയണിലും എല്ലാ കൺട്രീസിലും ബിസിനസ് നടത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും സ്മൂത്തായി നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പം കച്ചവടം നടത്തുക വെച്ചാൽ ആളുകൾ വാങ്ങിക്കുന്നത് മാത്രമല്ല, അവിടുത്തെ എക്കോസിസ്റ്റം ശരിയായിരിക്കുക, അതിൻ്റെ അവിടുത്തെ സിസ്റ്റം സപ്പോർട്ട് എന്ന് പറയുന്ന സംഗതിയൊക്കെ എടുത്ത് നോക്കിയാലും ഏറ്റവും നന്നായിരിക്കുന്നത് ഇന്ത്യയാണെന്ന് പറയും. നന്നായി പോകുന്നതാണ് ഉദ്ദേശം. സിസ്റ്റം സപ്പോർട്ട്, എക്കോസിസ്റ്റം സപ്പോർട്ട് എന്ന് പറയുന്ന സംഗതിയില്ലേ ഏറ്റവും നന്നായി നമുക്ക് ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യാൻ വളരെ വേഗത്തിൽ സാധ്യമാവുക, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു മെക്കാനിസത്തിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവുക, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഏറ്റവും നല്ല നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നല്ലതായിട്ട് ഞങ്ങൾക്ക് അറിയാം, ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഇന്ത്യയിലാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ഒരു മാർക്കറ്റ് വേറെ ഇല്ല. ലോകത്തിന് ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഞാൻ ഒന്ന് ഇംപെക്സിലേക്ക് അല്ല, നുവൈസ് ഈ മലയാളികളുടെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ആദ്യം തന്നെ ഒരു ഭയങ്കര മതിപ്പുണ്ടാവുന്ന സംഗതി മെയ്ഡ് ഇൻ കൊറിയ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ USA എന്നൊക്കെ പറയുന്നതിൽ അഭിരമിക്കുകയും അത്തരം പ്രോഡക്റ്റുകൾ ഭയങ്കര ക്വാളിറ്റേറ്റീവ് ആണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറുള്ള സൊസൈറ്റിയാണ് നമ്മുടെ. അവിടെ കേരളത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിക്സ് ബ്രാൻഡ് ഉണ്ടാക്കാം, ആ ബ്രാൻഡ് സക്സസ് ആവും, അത് സ്വീകരിക്കപ്പെടും എന്നൊരു കോൺഫിഡൻസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇപ്പം എന്തായാലും നിങ്ങളുടെ ബ്രാൻഡ് വലിയ തോതിൽ വികസിക്കുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ മലയാളികളുടെ ഈ ബബിള് പൊട്ടിക്കാം എന്ന, മലയാളികളുടെ ഈ
ഈ എന്താണ് വിദേശ ബ്രാൻഡുകളാണ് കൊള്ളാവുന്നത് എന്ന് പറയുന്ന ആ ഒരു മുൻവിധിയുടെ ബബിള് പൊട്ടിക്കാമെന്ന് തോന്നുന്ന എവിടെ നിന്നാണ്? മലയാളികൾ, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2006-ലാണ്. ഇപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രോണിക് സാധനങ്ങളിലെല്ലാം ആളുകൾക്ക് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾക്ക് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ അതിന് ലൈഫ് സൈക്കിൾ ഉണ്ട്. ആ ലൈഫ് സൈക്കിൾ ഡ്യൂറബിലിറ്റി വരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. മേടിക്കുമ്പോൾ അത് ഭയങ്കര ഫീച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കണം പ്രൊഡക്റ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കസ്റ്റമർ ഒരു സാധനം മേടിക്കുന്ന സമയത്ത് അവർക്കത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ആ സമയത്തുള്ള ഓരോ ഇലക്ട്രോണിക്സ് ഗുഡ്സും ഓരോ കാലഘട്ടത്തിൽ അതിൻ്റെ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് എന്നുള്ള തമ്മിൽ അതാത് സമയത്തെ ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് ഒരു അഫോർഡബിൾ പ്രൈസിന് ഡ്യൂറബിലിറ്റി. ഇപ്പം ഞങ്ങളുടെ ടി വിക്ക് 4 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. 4 വർഷം വാറണ്ടി കൊടുക്കുന്നത് ആരും കൊടുക്കുന്നില്ല. ഒക്കേഷണലി വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോഴാണ് ചില ബ്രാൻഡ്സ് വേൾഡ് കപ്പ് ടു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഞങ്ങൾ ത്രൂ ഔട്ട് ദ ഇയർ 4 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്കുള്ള ഒരു പ്രോമിസാണ് ഞങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് 4 വർഷം വരെ വാറണ്ടി കൊടുക്കും. എന്നോട് മൻസൂർക്ക് ചോദിച്ചു, നിങ്ങളെ ടി വി ഡിസ്പ്ലേക്ക് എടുക്കുമ്പോൾ എത്ര വർഷം വാറണ്ടി കൊടുക്കുന്നതിന്? കാരണം മൻസൂർഖാൻ 4 വർഷം ഞങ്ങൾ വാറണ്ടി കൊടുക്കുന്നുള്ളത്. മൻസൂർഖാൻ്റെ എല്ലാ റീറ്റെയിലും ഡിസ്പ്ലേ വരുന്ന ടി വി ആണല്ലോ. അതെ, നമുക്ക് അതെന്താ അങ്ങനെ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കൊല്ലം വാറണ്ടി വരുമെന്നില്ല. അതെ. അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർക്കൊരു ഇതിൻ്റെ ഡ്യൂറബിലിറ്റിക്കുള്ളൊരു പ്രോമിസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ ടേണിംഗ് പോയിന്റും അത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളത് എൻഷുർ ചെയ്യും വേണ്ടതുണ്ട്. 4 വർഷം വരെ ഒരു പ്രോബ്ലം ഇല്ലാതെ കസ്റ്റമർക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ മലയാളികൾക്ക് ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ. ആ മെന്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനെ മറികടന്ന് നിങ്ങൾ ഈ ലോങ് ടേം വാറണ്ടി ഉണ്ടാണോ? അല്ല, നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മെന്റൽ ബ്ലോക്ക് ഒക്കെ പോകും സ്ലോലി. നമ്മളത് ഇന്ന് കസ്റ്റമർ ഭയങ്കര എനർജറ്റിക് ആണ്. അവർക്കറിയാം മേടിക്കാൻ പോകുന്ന സാധനത്തിന് എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രീ ഡിഫൈൻഡ് ആണ്. ഞാൻ 100 രൂപ അല്ലെങ്കിൽ 10,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടണം എനിക്ക് ആ 10,000 രൂപയ്ക്ക് എന്നുള്ളത് വളരെ അത് നമ്മൾ ഡെലിവർ ചെയ്താൽ മാത്രമാണ് ഒരു ബ്രാൻഡ്. പണ്ട് കാലത്തുണ്ടായിരുന്നു ഏത് ഇന്ന ബ്രാൻഡ് ഇന്നത് എന്നൊക്കെ. ഇന്ന് അതെല്ലാം മാറി. കസ്റ്റമർക്ക് നമ്മളുടെ റിവ്യൂ, ക്വാളിറ്റി അഷുറൻസ്, ഫ്യൂച്ചറിസ്റ്റിക് ആവുക. പിന്നെ ആളുകൾ ആ നിലയ്ക്ക് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊന്ന് അടുത്തു പിടിക്കും. പണ്ടൊക്കെ ആളുകളുടെ ഒരു പ്രശ്നം എന്താണ് വില എന്നതിനെ കുറിച്ചാണ് ആദ്യം ചോദിക്കുക. കുറഞ്ഞ വിലയ്ക്കുള്ള പ്രോഡക്റ്റ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്. അതിനപ്പുറത്തേക്ക് പോയിട്ട് ആളുകൾ ക്വാളിറ്റിയിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കസ്റ്റമറിനൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ ആ നിലയ്ക്ക്? ഒരു 2017 ശേഷം ഭയങ്കര ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കസ്റ്റമർ എല്ലാം ഒരു പ്രൈസ് ഓഫറാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും അവരത് ചോയ്സ് ഉണ്ട്. ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കണം മേടിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഉണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ കസ്റ്റമർ അവയർനെസ് കൂടുതലാണ്. സൗത്ത് ഇന്ത്യ കസ്റ്റമർ അവർ മേടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ റിവ്യൂ, അതിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഓഫ്ലൈനിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പോലും ഓൺലൈനിൽ നിന്ന് ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നന്നായിട്ട് എടുത്തിട്ടാണ് ഒരു കസ്റ്റമർ ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നത്. നേരെ വന്നൊരു ഇമ്പൾസീവ് ഒരു 40% ഉള്ളൂ. 60%ഉം കസ്റ്റമർ പ്രീ ഡിസൈഡ് ആണ് എന്ത് മേടിക്കണം എന്നുള്ളത്. അപ്പം അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മളത് മാനേജ് ചെയ്തേ പറ്റൂ. ഈ ഇലക്ട്രോണിക്സ് ഗുഡ്സിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരികയും ആളുകളുടെ ടേസ്റ്റ് മാറുന്നു, അല്ലെങ്കിൽ ചില ഡിവൈസുകൾ ഇല്ലാതായി പോകുന്നതിനെ ചെയ്യുന്ന കാലമുണ്ട്. ടിവിയുടെ കാര്യത്തിൽ നാളേക്കുള്ള ടി വി ആണ് നിങ്ങൾ പ്രധാനമായും ഉണ്ടാക്കുന്ന സംഗതി. ടി വിക്കും ആ ചേഞ്ചസ് ഉണ്ട്. ടി വി പണ്ട് CRT ടി വി ആയിരുന്നു. CRT മാറി LCD ആയി. LCD മാറി ഇപ്പോൾ LED ആയി. LED ഇപ്പോൾ പുതിയ വെർഷൻ മിനി LED ആയി. ഇനി വാൾപേപ്പർ ലെവലിലുള്ള TVs വരുന്നുണ്ട്. ഫ്രെയിമില്ലാതെ നമുക്കതൊരു വാൾപേപ്പറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന TV. അപ്പോൾ ഈ ഒരു കൺവേർഷൻ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാധ്യത കുറയുന്നില്ല. നമ്മൾ ഡിസ്പ്ലേ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ വേണമല്ലോ. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഡിസ്പ്ലേ 3-4 ഡിസ്പ്ലേ ഒരു വീട്ടിലും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വലിയൊരു മാർക്കറ്റാണ്. ഇപ്പം ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേ, ഇപ്പോൾ ഓഫീസുകളിലെല്ലാം ഇൻട്രാക്റ്റീവ് ബോർഡ്സ് ആയി. അപ്പം ഈ സെഗ്മെന്റ് വേറെ അർത്ഥത്തിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെ ഏതോ ഒരു പ്രൊഡക്റ്റ് ഇല്ലാതാവുന്നൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഗ്ലോബൽ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ ഇന്നിപ്പോൾ കേരളത്തിനും ഇന്ത്യക്കും പുറത്തുള്ള വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ആഗോള രംഗത്തേക്ക് വളരുമ്പോൾ ഉണ്ടാവുന്നതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ചേഞ്ചസ് എന്താണ് ഫീൽ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ബിസിനസ് മാൻ എന്ന നിലയ്ക്ക്? ഇന്ത്യയിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണിത്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മറ്റുള്ള കൺട്രിയിലേക്ക് ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ഇവിടെ ഭയങ്കര ടഫും വളരെ റഫുമാണ് ഇവിടെ മാർക്കറ്റ്. നമ്മളൊരു കേപ്പബിലിറ്റി ഭയങ്കര ഇമ്പ്രൂവ്ഡ് ആവും. ഇവിടെ ഒരു ബിസിനസ് ഒരു എൻ്റർപ്രണർ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചോളം ഭയങ്കര കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ ചെല്ലുമ്പോൾ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു കുറച്ചും കൂടി നമ്മളുടെ ഒരു കേപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് ഒക്കെ വളരെ ഈസി ആയിരുന്നു. അല്ല, നിങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ ഫോക്കസ്, നിങ്ങളുടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അതല്ല ഇപ്പം കേരളം ഓർ ഇന്ത്യ, അതോ അതിന് പുറത്താണോ ഇപ്പോൾ കൂടുതൽ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ 50-50 ആണ്. മിഡിൽ ഈസ്റ്റ് ഔട്ട് ഓഫ് ഇന്ത്യ 50% ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ 50% ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇനി ഒരു അടുത്തൊരു 20 yearsന്റെ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്, ഒരു വെർജിൻ മാർക്കറ്റാണ് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ഞങ്ങളുടെയൊക്കെ ഹോം അപ്ലയൻസ് സെഗ്മെന്റ് ആവുമ്പം വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് ഫസ്റ്റ് ഒരു ജോലി കിട്ടി, ഫസ്റ്റ് വീട്ടിലേക്ക് വിൽക്കുന്ന സാധനങ്ങളാണ് ഹോം അപ്ലയൻസ് സാധനങ്ങൾ. ഒരു സാമ്പത്തികം താഴെ നിൽക്കുന്ന ഒരാൾ ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് കിച്ചൺ. ഇപ്പോൾ മകന് ജോലി കിട്ടുമ്പോൾ അമ്മക്ക് കിച്ചണൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. അപ്ഗ്രേഡ് ചെയ്യുന്ന കുക്ക് വേസ്, അതോടൊപ്പം തന്നെ മിക്സി, ഇങ്ങനെയുള്ളൊരു മിനിമം. ഇന്ത്യ നെക്സ്റ്റ് ഒരു 25-30 years അത്രയൊരു വിർജിൻ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ലെവലിൽ ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം വരുന്ന പുതിയ തലമുറ നേരത്തെ പറഞ്ഞ മാതിരി അവർ വളരെ എനർജറ്റിക്കും, അവർക്ക് അറിയാം എന്ത് സാധനം മേടിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ അതിൽ അവരെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പ്രൊഡക്റ്റും ഡെവലപ്പ് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ മൻസൂർക്ക, നിങ്ങളിപ്പോൾ ചിക്കിങ് എന്ന് പറഞ്ഞാൽ ഈ പ്രധാനമായിട്ടും ചിക്കൻ പ്രോഡക്ട്സ് ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്ത് മൾട്ടിനാഷണൽ ബ്രാൻഡുകൾ വേറെ ഉണ്ട്, പക്ഷെ അവയോടൊക്കെ ഇടിച്ചു നിൽക്കുകയാണല്ലോ ഇപ്പോഴും. അതിന് കൂടുതൽ എക്സ്പാൻഷൻ സാധ്യമാക്കുകയും ചെയ്യുന്നു. അതിന് നിങ്ങളുടെ ഒരു കോർ പവർ എന്ന് പറയുന്ന സംഗതി എന്താണ്? മൾട്ടിനാഷണൽ വലിയ കമ്പനികൾ, ഇപ്പോൾ KFC പോലുള്ള വൻ കമ്പനികളുണ്ട്, അതിൻ്റെ കൂടെയാണ് ചിക്കിങ്. അപ്പോൾ അതിനകത്ത് നിങ്ങളിങ്ങനെ ഇടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ ഒരു സംഗതി എന്താണെന്ന് ചോദിക്കുക, ഒരു മൂലധനം. അല്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ ഒരു സ്പൈസസ്, ഇന്ത്യൻ ഈ സ്പൈസസിനെ ലോകത്തിലെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും എസ്പെഷ്യലി അറേബ്യൻ നാട്ടിലും പുറത്തും എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഇന്ത്യൻ സ്പൈസസിന് അവിടെ ഒരു നല്ലൊരു മാർക്കറ്റുണ്ട്. നമ്മൾ ചിക്കിങ്ങിനെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പൈസസാണ്. അത് ഇവിടെ ഞങ്ങളുടെ കയ്യിൽ സ്പൈസസ് മാത്രമേ ഉള്ളൂ. പുറം രാജ്യങ്ങൾക്ക് പോകുമ്പോൾ നോൺ സ്പൈസസ് ഉണ്ട്, സ്പൈസസ് ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ ആ മിക്സ് എല്ലാം പോകുന്നത് ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഭയങ്കര രണ്ട് തരത്തിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഞാനധികം സ്പൈസി ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷേ നമ്മൾ ചില രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, UK പോയി കഴിഞ്ഞാൽ ഇവർ സ്പൈസി കഴിക്കുന്ന കാണാം. മുഖമൊക്കെ ചോന്നിരിക്കണ്ടാവും, പക്ഷേ എങ്കിലും അവർ വളരെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഒരു വേറെ സന്തോഷമാണ്. കാരണം നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു തീരുമാനമാണ്. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സാധനമാണെങ്കിലും ഏതൊരു കോമ്പറ്റീറ്റർ നമുക്ക് അവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് പോകും. കാരണം വെച്ചാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം രാജ്യങ്ങൾ കൂടുകയാണ്. ഞാനൊരു 2030 ആകുമ്പോഴേക്കും ഒരു 80 രാജ്യങ്ങളിലെങ്കിലും ചിക്കിങ്ങിൻ്റെ പ്രസൻസ് 1000 stores. അതാണ് എൻ്റെ ടാർഗറ്റ്. എൻ്റെ ഒരു ടാർഗറ്റ് അതാണ്. അപ്പോൾ ഞാനത് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കത് എത്തിപ്പെടാൻ പറ്റും. കാരണം അതിന് ഞാനൊരു സാധാരണ പറയുക, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയും. അഡ്ജസ്റ്റ് എന്ന് പറയുന്ന വാക്കില്ല.
പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഫ്രാഞ്ചൈസി എടുത്തവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. കാരണം അവൻ ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡെവലപ്പ് ചെയ്താൽ കുറച്ച് കാലം ഡെവലപ്പ് ചെയ്യാൻ പറ്റും, കുറച്ച് കാലം മേലെ പോയി പിന്നെ നേരെ റോക്കറ്റ് വരുന്ന പോലെ താഴേക്ക് വരും. അപ്പോൾ നമുക്ക് അത് പറ്റില്ല. അപ്പോൾ നമ്മൾ നല്ല അവർക്ക് ചില സമയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ അവർ പറയും സെയിൽ കുറവാണ്, റോയൽറ്റി ഈ മാസം ഒന്ന് കുറച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ചെയ്ത് കൊടുക്കും. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ വരുന്നവരായിരിക്കും, അല്ലെങ്കിൽ അവർ ജോലി ചെയ്ത പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ഈ ഫീൽഡ് ഈ ബ്രാൻഡിനോട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ട് വരുന്നവരാണ്. അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരൊന്ന് മേലെ ഒന്ന് പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. അതുമ്പോൾ എൻ്റെ ബ്രാൻഡ് വളരേണ്ടതും കൂടി എൻ്റെ ആവശ്യമാണ്. ഇത് നോർമലി ഇത് രണ്ടും കൂടി വരുമ്പോൾ ഐ എം ഷുവർ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ കൊറോണ ടൈമിൽ 2 വർഷം ഞങ്ങൾ ആരെ കയ്യിൽ നിന്ന് റോയൽറ്റി വാങ്ങിച്ചിട്ടില്ല. സ്പൈസസ് എല്ലാം ഫ്രീ കൊടുത്തു. കാരണം എല്ലാവരും പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 2 വർഷം നമ്മൾ അവരെ വളരെ നന്നായി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ അതുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു രാജ്യത്തും എൻ്റെ ഫ്രാഞ്ചൈസി എന്നെ ഒഴിവാക്കി പോവുകയൊന്നും ചെയ്തിട്ടില്ല. കാരണം അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് കേൾക്കാൻ തയ്യാറാണ്. പിന്നെ നോർമലി അവരാണ് നമ്മളിപ്പോൾ ഫ്രാഞ്ചൈസി മീറ്റിങ്ങിനൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ അവർ ചോദിക്കും നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തന്നെ പറയും നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാം, ഇതാണ് എൻ്റെ നമ്പർ. 24/7 നിങ്ങൾ എന്നെ വിളിച്ചോളൂ. നമ്മളവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. കാരണം നമ്മൾ അങ്ങനെ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത് ആ റോയൽറ്റി വാങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരല്ല എന്നുള്ളത് നമ്മൾ അവരൊന്ന് അറിയിച്ചു കൊടുക്കും. അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതെന്നല്ല ഏത് ബിസിനസ്സിനും. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഇവർ ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്നെങ്കിലും നമ്മൾ ആ സപ്ലയർ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വഴിയിട്ട് പോകും. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഇവരെ കൊണ്ടുനടക്കണം. കാരണം നന്നായി കൊണ്ടുനടന്നാൽ ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യും. എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്, ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് മൾട്ടിനാഷണൽ ബ്രാൻഡ്സിനോടാണ്. അതിവിടെ നല്ല ഇന്ത്യ എന്നല്ല, പുറത്ത് ഏത് രാജ്യങ്ങളിലും തൊട്ടടുത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് നിങ്ങൾ പറയുന്ന എല്ലാ മൾട്ടിനാഷണൽ ബ്രാൻഡുകളുണ്ട്. അവിടെ എത്ര നമ്മൾ ഈ ബ്രാൻഡിനെ വിശ്വസിച്ചിട്ടാണല്ലോ ഒരാൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ബ്രാൻഡ് തുടങ്ങുന്നത്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവരെ സക്സസ് ആക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ആവശ്യമാണ്. ഈ ഫുഡ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലായിടത്തും. അതായത് ഈ ഭക്ഷണം, അതിൻ്റെ പലതരത്തിലുള്ള സാധ്യതകൾ, ഷോപ്പുകളൊക്കെ. അപ്പോൾ ഈ ചിക്കിങ്ങിനും ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന മനുഷ്യന്മാരോടുള്ള നിങ്ങളുടെ ഒരു അഡ്വൈസ് എന്താണ്? അപ്പോൾ പല ആഗ്രഹത്തിൽ വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, വളരെ പെട്ടെന്ന് ഒരു ഫ്രാഞ്ചൈസി എടുക്കുക, അത് ഭയങ്കരമായിട്ട് വളരുക, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള പല മോഹത്താലേ വരുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു കൊടുക്കുന്ന ഒരു കോർ അഡ്വൈസ് എന്താ? ഈ ഫ്രാഞ്ചൈസിൽ 3 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ഫസ്റ്റ് ലെവൽ കാണുന്നില്ല, അവർ പെട്ടെന്ന് കാശ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ബ്രാൻഡൊന്നും പ്രശ്നമില്ല, ഇതിനിറക്കി 2-1-2 കൊണ്ടിട്ട് ആർക്കെങ്കിലും അടുത്ത ആൾക്ക് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക, ബ്രാൻഡിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്ന ആളുണ്ട്. മൂന്നാമത്തവരുണ്ട്, അവർ നന്നായി പഠിച്ച് ഈ ബ്രാൻഡിനെ കുറിച്ച് ശ്രദ്ധിച്ച് ഇത് തുടങ്ങിയ സക്സസ് ആവും. ഒരുപാട് ചോദ്യങ്ങൾ അവർക്ക് നമ്മോടുണ്ടാവും. അതിനൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞ് അവർ ഞങ്ങളൊരു വെയിറ്റ് ചെയ്യും, ഞങ്ങളൊന്നും കൂടി പഠിക്കട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻ്റാണ്. കാരണം ജാവ വരും എന്തായാലും. കാരണം ജാവ ഇതിനെക്കുറിച്ച് നല്ലോണം ഞങ്ങൾ കൂടുതൽ ചൂസ് ചെയ്യായി മൂന്നാമത് പറഞ്ഞു തന്നെയാണ്. കാരണം ആദ്യത്തെ രണ്ടാമത്തെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒഴിവാക്കി കൊടുക്കും. പിന്നെ സാധാരണ ഒരു ഫ്രാഞ്ചൈസികൾ ചോദിക്കുന്നൊരു ചോദ്യം, ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് എ പ്രോഫിറ്റ്, ഇതാണ് ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഐ ഡോണ്ട് നോ ഹൗ യു മേക്ക് ദ പ്രോഫിറ്റ്, പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കാശ് അവിടെ പോകുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഹൗ യു ലൂസ് യുവർ മണി ഇൻ ദിസ് ബിസിനസ് ഐ വിൽ എക്സ്പ്ലെയിൻ യു എന്ന് പറഞ്ഞാൽ ആ ലൂസ് അവിടെ നമ്മൾ പറയാം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അവർ ഷെയർ ചെയ്താൽ മതി. എങ്ങനെ അവൻ്റെ കാശ് പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെ കാശ് പോകും. അപ്പോൾ നീ തുടങ്ങി, നീ ഒരാളെ ഏൽപ്പിച്ചു കൊടുത്ത് നീ പോയി 1 മാസം 2 മാസം കഴിഞ്ഞ് നീ വരുമ്പോൾ ചിലപ്പോൾ അത് കൂട്ടേണ്ട അവസ്ഥ. അപ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ ആരിത് ചിക്കിങ് ആര് റൺ ചെയ്യും, ഈ ബ്രാൻഡ് നിങ്ങൾ ആര് റൺ ചെയ്യും, ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവുകയാണോ, അതോ നീ അത് ഫോളോ ചെയ്യൂ, നിനക്കിതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മളൊരു ഫ്രാഞ്ചൈസി കൊടുക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗുണം എന്ന് വെച്ചാൽ ഇന്ന് വരെ ഒന്നും അടക്കേണ്ടി വന്നിട്ടില്ല. വളരെ 1-2 ഒക്കെ ബാക്കിയുള്ളൊക്കെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ
ചിക്കിൻ്റെ ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ ഇതാണ്. ഈ ഇത് വെച്ചാലേ ആളുകൾക്ക് ഭയങ്കര ഈ സംസ്ഥാനത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ ഇതിൻ്റെ ഔട്ട്ലെറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഹൈ പ്രൊഫൈൽ ആൾക്കാർ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സുകാരുടെ ഒരു ഫുഡാണോ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ ചിക്കൻ പ്രൊഡക്ട്സ്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതോ ഇല്ല, ചിക്കിങ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അപ്പർ ക്ലാസ്. ഞാൻ പറയാറുണ്ട്, ഞാൻ പറയാം അപ്പർ ക്ലാസ്സിന് 5 സ്റ്റാർ ഹോട്ടലിൽ പോവാം. നമ്മളെല്ലാവരും അപ്പർ ക്ലാസ്സിന് മിഡിൽ ക്ലാസ്സിന് എല്ലാവർക്കും പറ്റാവുന്നൊരു ഫുഡാണ്. ഒരു 499 റുപ്പീസ് നിങ്ങളിപ്പോൾ ചിക്കിങ്ങിൽ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ, കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും 499 റുപ്പീസിന് ഒരു ഫാമിലിക്ക് ഒരു 4, 5, 6 പേർക്ക് വന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതൊരു ഈ ബ്രാൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരിലും എത്തിപ്പെടണം. കാരണം പണ്ടെല്ലാം ആളുകളൊക്കെ വരുമ്പോൾ ചിക്കൻ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന എല്ലാ സാധാരണക്കാരും എല്ലാവരും വരുന്നുണ്ട്. അവരൊക്കെ നമ്മൾ നോർമൽ വരുന്നത് കൊണ്ടാണ്. ഇതൊരു നോർമൽ എല്ലാവർക്കും ഒരു സാധാരണ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് പോവുകയാണെങ്കിൽ നിങ്ങളൊരു 5 ആൾ പോയോ 2000 രൂപ വരുമ്പോൾ ലെസ് ദൻ 500 റുപ്പീസ് ഒരാളുടെ കയ്യിൽ. ഞാൻ പറയും, എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറയും, 500 രൂപ അവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അപ്പം തോന്നുന്നു ചിക്കിങ് പോയി കഴിക്കാന്നുള്ളത്. കാരണം ആ ലെവലിൽ അതുപോലത്തെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഞങ്ങളുടെ കയ്യിലുണ്ട്. മാക്സിമം ടേൺ ഓവർ കൂട്ടുക. ഈ ടേൺ ഓവർ കൂട്ടുമ്പോൾ നമുക്ക് നമ്മളുടെ പർച്ചേസറായിട്ട് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ മാക്സിമം ടേൺ ഓവർ കൂട്ടുക, ചെറിയ ലാഭം, ചെറിയൊരു മാർജിൻ എടുത്തിട്ട് നമ്മൾ മാക്സിമം. ഇനിയും എന്തായാലും എനിക്ക് അവിടെ എക്സ്പെൻസ് ഉണ്ട്. കാരണം ഷോപ്പ് റെൻറ്റ് കൊടുക്കണം, AC, മറ്റുള്ള എല്ലാ എക്സ്പെൻസ് ഉണ്ട്. മാക്സിമം കസ്റ്റമേഴ്സ് വന്ന് ഫുഡ് കഴിച്ചു പോട്ടെ, എല്ലാവരിലേക്കും ഈ ബ്രാൻഡ് എത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ഞാനതാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഈ സത്യത്തിൽ ഞാൻ അറിയാൻ ചോദിക്കുന്ന കാര്യം, ഈ ചിക്കൻ ആൻഡ് അതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ? ഇത് ഞങ്ങൾക്ക് സെൻട്രലൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. കാരണം വെച്ചാൽ കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ തുടങ്ങുന്ന ഒരു ഔട്ട്ലെറ്റിലോടത്തല്ല, മറ്റു രാജ്യങ്ങളല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചില 3 ഔട്ട്ലെറ്റിൽ മേലെ വന്നാൽ ഞങ്ങളത് നിർബന്ധമായിട്ട് പറയും സെൻട്രലൈസ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് കിട്ടും. ഇപ്പം കേരളത്തിൽ, ഇന്ത്യയിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാതും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വരുന്നതാണ്. മാരിനേറ്റ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും, അതുകൊണ്ടാണ് ഒരേ ടേസ്റ്റ് കിട്ടുന്നത്. കാരണം നമുക്ക് ചിലൊരു വലിയൊരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ഇതിലൊരു പ്രധാനം എന്ന് വെച്ചാൽ ഇതൊരു വേൾഡ് വൈഡ് ഒരു ഹലാൽ കോൺസെപ്റ്റാണ്. കാരണം അത് നമ്മളതിൽ വളരെ ഹലാൽ മാർക്കറ്റ് വേൾഡ് വൈഡ് വലിയൊരു മാർക്കറ്റാണ്. അത് വേറൊരു ബ്രാൻഡിനില്ല. ഇതുപോലത്തെ ഒരു QSR ചെയ്യുന്ന ചിക്കിങ് പോലത്തെ വേറൊരു ചെയിൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ. ഇപ്പോൾ നിങ്ങൾ എവിടെ പോയി സൗത്ത് അമേരിക്ക പോയി കഴിച്ചാലും ന്യൂസിലാൻഡിൽ കഴിച്ചാലും 100% ഇത് ഹലാലാണ്. കാരണം ഞങ്ങളതിൽ വളരെ കൺസേൺ. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതൊരു ഹൈജീൻ പ്രോഡക്റ്റ്. ഹലാൽ ഉദ്ദേശിക്കുന്നത് ഹൈജീൻ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വേറെ സ്പെഷ്യലി ആളുകൾ അങ്ങനെ ചോദിച്ച് അങ്ങനെ ഹലാലായിട്ട് കഴിക്കാതെ പോകുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഇതൊരു സെൻട്രലൈസ് പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തും അവിടുന്ന് സാധനം ഔട്ട്ലെറ്റുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഔട്ട്ലെറ്റിലെല്ലാം അധികം വർക്കൊന്നുമില്ല, വളരെ ഈസി മെത്തേഡാണ്. കാരണം എല്ലായിടത്തും ഒരേ ടേസ്റ്റ് കിട്ടുമ്പോൾ എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് വരെ നമുക്ക് അറിയാൻ പറ്റും, ഏത് ബാച്ചാണ് എന്താണെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, മിസ്റ്റർ നുവൈസ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക്, ഇന്ത്യയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പലതരം സംഗതികൾ, സിസ്റ്റം ആൻഡ് വിപണി എല്ലാം വളരെ കോംപ്ലക്സ് ആണ്. ചെയ്യുന്ന ആൾക്ക് ലോകത്ത് എവിടെയും പോയി നന്നായി ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. കസ്റ്റമർ ഡൈനാമിക്സിൻ്റെ ഒരു ചേഞ്ചസ് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ GCCയിലും ഒക്കെയും ബിസിനസ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഉപഭോക്താവിൻ്റെ ഒരു മാറ്റം, സംസ്കാരം, അതെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? മിഡിൽ ഈസ്റ്റ് കുറച്ചും കൂടിയും ഓഫർ ഓറിയൻറ്റഡ് മാർക്കറ്റാണ്. ഇന്ത്യയിൽ കുറച്ചും കൂടിയും ഒരു പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് മാർക്കറ്റാണ്. ആളുകൾക്ക് കൊടുക്കുന്നതിനുള്ള സ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കും, ഇതെനിക്ക് ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിക്കാനുള്ള സാധനമാണ് എന്നുള്ളൊരു സംഗതി, ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ ഒരു യൂസ് ആൻഡ് ത്രോ ആണ്. ആളുകൾ മേടിക്കുന്നു കഴിഞ്ഞാൽ മേടിക്കുമ്പോഴുള്ള ബെനിഫിറ്റാണ് അവിടെ മിഡിൽ ഈസ്റ്റിലെ കുറേ കൂടിയും ഒരു ബൈങ് പാറ്റേൺ. ഇവിടെ മേടിച്ചിട്ട് കുറേ കാലം യൂസ് ചെയ്യണം എന്നുള്ളൊരു ആ ഡിഫറൻസ് ഉണ്ട്. കസ്റ്റമർ കുറേ കൂടിയും ബോധേഡാണ്. ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. കാരണം വാറണ്ടി തീരുന്നതിൻ്റെ 1 ദിവസം മുന്നേ ആണെങ്കിൽ പോലും
അത് ഓർമ്മിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് കസ്റ്റമർ സർവീസ് സെൻറ്ററിലേക്കൊക്കെ എത്തുന്നതാണ്. അവിടെ വാറണ്ടി ഉണ്ടോ എന്നുള്ളത് പോലും അവിടെ ഓർക്കുന്നൊരു സ്റ്റൈലൊന്നും അല്ല. അവർ ഒരു പുതിയത് വരുമ്പോൾ മേടിക്കുക എന്നുള്ള ബൈങ് പാറ്റേൺ ആണ്, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ്. അത് ഇവിടുത്തെ ഒരു ഹാർഡ് മണിയും അതുകൊണ്ടുള്ളൊരു ഡിഫറൻസും കൂടി ആയിരിക്കും. നിങ്ങളുടെ ഈ വാറണ്ടി ആൻഡ് സർവീസ് അതിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. അത് ആളുകൾക്ക് എപ്പോഴും സംശയമുള്ള കാര്യമാണല്ലോ. ഇത് കേടായിപ്പോയാൽ പിന്നെ ഇത് കേടായിപ്പോയാൽ ഈ സംഗതി ശരിയാക്കി കിട്ടുക, അല്ലെങ്കിൽ ഇത്രയും ഈ LED TV നന്നാക്കാനുള്ള പ്രയാസം, ഇതങ്ങനെ നമ്മൾ കൊണ്ട് കൊടുത്താൽ ശരിയാക്കി കിട്ടുമോ, അല്ലെങ്കിൽ അവരതിനെ ഫോളോ അപ്പ് ചെയ്യുമോ എന്നൊക്കെയുള്ള പലതരം ആശയക്കുഴപ്പങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഈ കൊടുക്കുന്ന വാറണ്ടി ആൻഡ് കംപ്ലൈൻറ്റ്സ് പരിഹരിക്കുക പോലുള്ള കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ഒരു ആക്റ്റീവ് മെക്കാനിസം ഉണ്ട്? നമ്മൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആ 4 ഇയർ വരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാറണ്ടി പീരീഡ് വരെ കംപ്ലൈൻറ്റ് ഇല്ലാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് മെക്കാനിസം. അല്ലാതെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരു 3 to 5% ഉള്ളിൽ നമ്മളൊരു മാനേജ് ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഡ്യൂറബിലിറ്റി നമ്മൾ ബ്രാൻഡ് എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഉള്ളൊരു സംഗതി. ഈ ഞാൻ കേരളത്തിലേക്ക് വന്നല്ലേ, കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ആളുകൾ കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, ഉണ്ടായിരുന്ന ഒരു കഥയുണ്ട്. അങ്ങനെ സിനിമകൾ പോലും വന്നു. കേരളം ഒട്ടും ബിസിനസ്സുകാരെ ഫ്രണ്ട്ലി അല്ല, 1. 2, സ്വകാര്യവൽക്കരണം, കച്ചവടക്കാർ, മുതലാളി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ശത്രുക്കൾ വരുന്നു എന്ന മട്ടിൽ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ കയ്യിൽ ഒരുപാട് പൈസ വെച്ചിരിക്കുന്ന ആൾക്കാർ, കള്ളപ്പണക്കാർ എന്നൊക്കെയുള്ള ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉണ്ടായിരുന്ന ഒരു കാലം. ആൻഡ് ട്രേഡ് യൂണിയനുകൾ, സർക്കാരുകൾ, അവരുടെ സമീപനം. അപ്പം അതിൽ നിന്നൊക്കെ കേരളം ഒരുപാട് ചേഞ്ച് എടുത്തു എന്നാണ് ഇപ്പോഴത്തെ റൂളേഴ്സ് എല്ലാവരും അവകാശപ്പെടുന്നത്. കേരളത്തിൻ്റെ ഒരു മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? അല്ലെ, കുറച്ച് കാലങ്ങളായിട്ട് ബിസിനസ്സുകാരെ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു കാലമാണ് ഇപ്പോൾ. പണ്ട് ആ ഒരവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇന്ന് എൻകറേജിങ്ങും കാരണം അവരാണല്ലോ GDP-നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ. ജോബ് കൊടുക്കുന്നു, ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുന്നു, ഇൻഫ്ര ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഗ്ലോബലി ഇന്ത്യ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ഉണ്ട്. എസ്പെഷ്യലി കേരളം നന്നായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ സ്റ്റാർട്ടപ്പ് മിഷൻസും പുതിയ യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ മെക്കാനിസം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ന് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ അതൊരു ഭയങ്കര മാറ്റം തന്നെയാണ്. അത് നന്നായിട്ട് എൻകറേജ് ചെയ്ത് ഒരു ഗ്ലോബൽ 100 ബ്രാൻഡ്സിനൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് കൊണ്ടുവരണം എന്നാണ് അവിടെ പറയാനുള്ളത്. നിങ്ങളിപ്പം അവസാനത്തെ നിങ്ങളുടെ ഈ റോബോട്ടിക് പ്ലാന്റ് കർണാടകയിലാണ്. കേരളത്തിൽ ഇപ്പോൾ ഇത്തരം വലിയ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുക, സ്ഥലം കിട്ടുക, അങ്ങനെയുള്ള, ഞാൻ സർക്കാരിനെ പറ്റി നെഗറ്റീവായി പറയല്ല, കേരളത്തിന് വളരെ ലാൻഡ് അവൈലബിലിറ്റി കുറവുള്ള, വലിയ സാമൂഹ്യ ജാഗ്രതയുള്ള, സർക്കാർ മിഷനറി എന്നൊക്കെ പറയുന്ന സംവിധാനമൊക്കെ കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയി റൺ ചെയ്യുന്ന ഒരു സംസ്ഥാനവും കൂടിയാണ് കേരളം. സോ അതിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വലിയ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഭൂമി അവൈലബിലിറ്റി പോലുള്ള കാര്യങ്ങൾക്കകത്ത് ഇപ്പോഴും സത്യത്തിൽ കുറച്ച് സങ്കീർണത ഉണ്ടോ? ഞങ്ങളുടെ യൂണിറ്റ് കർണാടകയിലാണ് വലിയ യൂണിറ്റ് ഉള്ളത്. ഞങ്ങൾക്ക് അവിടെ ഫേസ് ചെയ്ത ലാൻഡ് അവൈലബിലിറ്റി ആയിരുന്നു. കേരളത്തിൽ ലാൻഡ് കോസ്റ്റ് കൂടുതലാണ്. ഇവിടെ തിക്ക് പോപ്പുലേറ്റഡ് ആണല്ലോ എല്ലായിടത്തും, എല്ലാ പഞ്ചായത്തും. അപ്പോൾ ഞങ്ങളുടെ ആ പാർക്ക് 2800 ഏക്കേഴ്സാണ്, ഒരൊറ്റ ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട്, മറ്റുള്ള ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കേരളത്തിൽ ഇതെല്ലാം അവൈലബിൾ ആണെങ്കിലും ഇത്ര ലോ കോസ്റ്റ് അല്ല എന്നുള്ളതാണ് ഞങ്ങൾ അങ്ങോട്ട് ചേഞ്ച്. പിന്നെ ജിയോഗ്രഫിക്കലി സപ്ലൈ ചെയിൻ എല്ലാ മെട്രോസിനെ അവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടിയാണ് ഞങ്ങളുടെ ഒരു ഡിസിഷൻ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാരണം. എല്ലാ 500 കിലോമീറ്റേഴ്സിലും എല്ലാ മെട്രോസിനും ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കേരളം താഴെ നിൽക്കുന്നതുകൊണ്ട് ലോജിസ്റ്റിക് കോസ്റ്റ് അധികമായിരിക്കും വരിക. കാരണം ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഹൈദരാബാദൊക്കെ മാച്ച്. ഇപ്പം ഞങ്ങൾക്ക് ചാമരാജനഗർ എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി സെൻറ്ററായിട്ട് വരും. ഒരു 500 കിലോമീറ്റേഴ്സിൽ എല്ലാ മെട്രോസ് സിറ്റികളും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതും കൂടിയാണ് ഞങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ മനുഷ്യർക്കായിട്ട് ചോദിച്ചു, അതായത് ഗ്ലോബൽ ബ്രാൻഡുകളുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായി മത്സരം തരുന്നവർ. പ്രത്യേകിച്ച് ചൈനയുടെ കാര്യം എടുക്കാം. ചൈന എല്ലാ മേഖലയിലും, അതിപ്പോൾ ഇലക്ട്രോണിക്സ് ആയാലും കൊള്ളാം,
ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ എല്ലാ മേഖലയിലും അവരുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഭയങ്കരമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകമാകെ. അപ്പോൾ അവരുടെ ബ്രാൻഡുകൾ പണ്ട് ചൈനീസ് പ്രോഡക്റ്റുകൾക്കുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡൊന്നും ഇപ്പോൾ ഇല്ല. ഭയങ്കരമായ ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചൈനീസ് ഗവൺമെൻറ് തന്നെയും ഭയങ്കരമായി ഓൺട്രപ്രണേഴ്സിനെയും അല്ലെങ്കിൽ കമ്പനികളെയും അവർ ഭയങ്കരമായി എൻകറേജ് ചെയ്യുന്നു, അതിനാവശ്യമായ സഹായങ്ങൾ കൊടുക്കുന്നു. സോ ആ നിലയ്ക്കുള്ള ഒരു നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ ടെക്നോളജി, ഈ ഇലക്ട്രോണിക്സ് ഗുഡ്സ് രംഗത്ത് സമ്മർദ്ദവും മത്സരവും നേരിടുന്നുണ്ടോ സത്യത്തിൽ ഈ ചൈനയുടെ വരവ്? അത് ചോദിക്കുന്നു. അത് ശരിക്കും നേരിടുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത പേഴ്സണലി ഒരു ചൈനീസ് ബ്രാൻഡുകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ് ആ ബ്രാൻഡിനെ വേൾഡിലെ ടോപ്പ് 10 കൊണ്ടുവരിക എന്നുള്ളത്. അതിൻ്റെ എൻ്റർപ്രണറുടെ ആവശ്യത്തിൻ്റെ അത്ര തന്നെ കൺട്രീൻ്റെയും കൂടി ആവശ്യമാണ് ഇത് ഗ്ലോബൽ ഒരു ബ്രാൻഡാക്കി മാറ്റുക. അപ്പോൾ അതിന് കേപ്പബിളായ ആളുകൾ അവർ ചൂസ് ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഇന്ത്യൻ്റെ ആയി വരാൻ സമയമെടുക്കുമായിരിക്കും. അപ്പോൾ അവിടുന്ന് അവരുടെ ഒരു നെക്സ്റ്റ് 10 years കൊണ്ട് ഇന്ന സെഗ്മെൻറ്റുകളിൽ ഞങ്ങളായിരിക്കും ടോപ്പ് 5 വരിക. അതിൻ്റെ ഒരു ഭയങ്കര വിസിബിൾ എക്സാമ്പിളാണ് ഇ വി കാറ്. കഴിഞ്ഞ 10 വർഷം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് വേൾഡിൻ്റെ ടെസ്ല കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും അവരതിൽ ടോപ്പ് 2, 3, 4, 5 അവർ എല്ലാ സെഗ്മെന്റിലും ഇങ്ങനെ വിസിബിളാണ്. അപ്പം അതിൻ്റെ ആ ബിസിനസ് നടത്തുന്ന എൻ്റർപ്രണറുടെ മാത്രം ഒരു പാഷനല്ല, കൺട്രീൻ്റെയും കൂടി പാഷൻ ഉണ്ട്. നമ്മൾ ഇന്ത്യ അതിലേക്ക് വരുന്നുണ്ട്. അത് നന്നായിട്ട് ഗവൺമെൻറ് ഇപ്പം പല അർത്ഥത്തിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് ആയി വരാനുള്ള ഒരു എക്കോസിസ്റ്റം ടൈം എടുക്കും. ചൈനീസ് വിസിറ്റിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നൊരു മാറ്റം എന്താണ്? ചൈനയിലെ ഈ ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്ന ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്ന സംഗതി, വരാൻ പോകുന്ന ട്രെൻഡുകൾ, അവരുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ റീഡിംഗ്? എന്താണ്? അവർ ഗവൺമെൻറ് R&Dക്കും വേണ്ടിയിട്ട് ഹ്യൂജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 2026 നിൽക്കുമ്പോൾ 2030 എന്ത് കൊണ്ടുവരണം എന്നുള്ളത് R&D ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കാരണം നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ത്യൻ്റെ ഒരു പൾസ് അറിയാൻ പറ്റിക്കൊള്ളുന്നില്ല. ഒരു ബോംബെയും ബാംഗ്ലൂരും ഇതൊക്കെ നിൽക്കുമ്പോഴാണ് അവിടെയാണല്ലോ ഒരു ഹാർട്ട് ഓഫ് ടെക്കൊക്കെ കിടക്കുന്നത്. അപ്പം നമ്മളൊരു എസ്പെഷ്യലി കേരള ബേസ്ഡ് ബ്രാൻഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതി ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുണ്ട്. വളരെ വൈകാതെ തന്നെ നമ്മളെ പ്രൈം മിനിസ്റ്റർ 2047 നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആവുന്നൊക്കെ അല്ലേ പറയുന്നത്. നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു 2047 ഡെവലപ്ഡ് കൺട്രി ആവുക. നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ GCC ഒരു പ്രധാനപ്പെട്ട റീജിയനാണ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ സൗദി അറേബ്യയിൽ വെച്ച് കണ്ടു. അപ്പോൾ ഒരു മലയാളി ബിസിനസ്മാൻ നിലയ്ക്ക് ഈ GCCയിൽ വരുന്ന ചേഞ്ചസ് പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് സൗദിയൊക്കെ പഴയതുപോലെയല്ല, ഭയങ്കരമായി ഓപ്പൺ ആയിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ സകല സാധ്യതകളും തുറക്കുകയാണ് അവർ. സോ കേരളം അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ മലയാളികളുടെ ഒരു ഇത്തരം ബിസിനസ് സംരംഭങ്ങളുടെ ഒരു സാധ്യത എന്തുമാത്രം കൂടുതൽ ഓപ്പണിങ്സ് തന്നിട്ടുണ്ട്? ഇപ്പം എല്ലാ രാജ്യവും ബിസിനസ്സുകാരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൺട്രിയിലേക്ക് വരൂ, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യൂ, ജോബ് കൊടുക്കൂ, ഇൻഫ്ര അവരെ GDPൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മത്സരമാണ്. ഇപ്പം ഇന്ത്യയും ഭയങ്കര മത്സരമാണ്. വേൾഡിലെ പല ആളുകൾ ഇങ്ങോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം തുറന്നു കൊടുക്കുന്നുണ്ട്, ലാൻഡ് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇന്ത്യ ലാൻഡ് ചീപ്പാണ്, ഇലക്ട്രിസിറ്റി ചീപ്പാണ്, ഹ്യൂജ് മാൻ പവർ ഉണ്ട്, പിന്നെ ക്വാളിറ്റി ഉള്ള ആളുകളുണ്ട്. അപ്പം ഇതുപോലെ എല്ലാ രാജ്യത്തും ഈ ഒരു സംഗതി ഉണ്ട്. അതിന് മുന്നേ സഞ്ചരിച്ച ആളുകളാണ്, ഇൻവെസ്റ്റേഴ്സിനെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്ത ആളുകളാണ് UAE ഒക്കെ. വേൾഡിലെല്ലാ കാഴ്ചപ്പാടുള്ള ആളുകളെയും അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ വന്നിട്ട് ആളുകൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തു. അതിനുള്ള എല്ലാ വിൻഡോ അത് റെക്കഗ്നൈസ് ചെയ്തു. സൗദി ഇപ്പോൾ കഴിഞ്ഞൊരു 2030 വിഷന്റെ ഭാഗമായിട്ട് അവരും നന്നായിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്, വേൾഡ് ആണ് ഇന്ന് മാർക്കറ്റ്. ഒരു കൺട്രിയോ ഒരു ഡിസ്ട്രിക്റ്റോ ഒരു സ്റ്റേറ്റോ ഒന്നും അല്ല. അല്ല, മൻസൂർക്ക, ഈ ലോകത്തെല്ലായിടത്തും ബിസിനസ് നടത്തുന്ന ആൾ നിലയ്ക്ക് ഈ ഗവൺമെന്റ് മെക്കാനിസത്തിന്റെ സപ്പോർട്ടിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് മെക്കാനിസം നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ഭയങ്കരമായി ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ സർക്കാർ.
ലോകത്ത് മറ്റിടങ്ങളിലൊക്കെ പോകുമ്പം സർക്കാരുകളിൽ നിന്ന് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന സപ്പോർട്ടിൽ നിന്ന് ഏറ്റവും അത്ഭുതം തോന്നിയ അല്ലെങ്കിൽ ഭയങ്കരമായ വെൽക്കമിംഗ് ആണ് തോന്നിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പിന്നെ വയസ്സ് പറഞ്ഞപ്പോൾ ഈ പുറത്ത് പോകുമ്പോൾ ഇപ്പോൾ യു കെയിലാണെങ്കിൽ ഇപ്പോൾ യു കെയിൽ ബെർക്കിൽസ് ബാങ്കിനായിട്ട് ടൈപ്പ് ഉണ്ട്. അവർ 200 to 300,000 pounds വരെ ഈ ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് വളരെ ചെറിയ ഇൻട്രസ്റ്റ് ലോൺ കൊടുക്കുന്നുണ്ട്. അതവരെ അവിടുത്തെ ആളുകൾ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അതുപോലൊക്കെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നല്ലതാണ്. ബാങ്കൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വരികയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ പല രാജ്യങ്ങളിലും ബാങ്ക് സപ്പോർട്ടുണ്ട്. ബാങ്ക് ഇങ്ങനത്തെ ഈ ഫുഡ് ചെയിനൊക്കെ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ലോണായിട്ടും അല്ല ഒരു റെസ്റ്റോറൻറ്റൊക്കെ പല ആനുകൂല്യങ്ങളും പല രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് പലരും എടുക്കാതെ തന്നെ ഇതുമെന്ന് തന്നെ മാക്സിമം ബാങ്കിന് പോകേണ്ട ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ നമ്മൾ ചെയ്യാമെന്നുള്ള അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്. കൂടുതൽ ഔട്ട് സ്റ്റോറുകൾ വരുമ്പോൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നവരും ഞാൻ കാണുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും അതായത് അവരുടെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഫൈനലി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നത് മാത്രമാണോ? പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന പരിപാടി എന്തുമാത്രം നടക്കുന്നുണ്ട്? പുതിയ പ്രോഡക്റ്റുകൾ, പുതിയ ആലോചനകൾ അത് എന്തുമാത്രമുണ്ട്? പുതുതായിട്ട് ഒരു പുതിയ ഐറ്റംസ് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനനുസരിച്ചുള്ള സാധനങ്ങൾ മാറ്റം വരും. അത് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ ട്രെൻഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ ആൾക്കാർ ഗ്രില്ലിലേക്ക് പോകുന്നു. ഇപ്പം ഈ ഷവായി ചിക്കൻ്റെ ഒരു 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 ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു 1 monthനുള്ളിൽ ചിക്കൻ്റെ തന്നെ ഒരു ഷവായി എന്ന് പറഞ്ഞിട്ട് സാധനം ഞങ്ങൾ വരുന്നുണ്ട്. ഷവായി ഇപ്പോൾ എല്ലായിടത്തും നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി, ഞങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നിങ്ങൾക്കത് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അത് നിങ്ങളത് മൊത്തത്തിൽ അതിലൊരു നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒന്ന്, നമ്പർ 1 നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. നമ്പർ 2 എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പ്രൈസ്, അഫോർഡബിൾ ആയിരിക്കും. 100% നല്ലൊരു സാധനമായിരിക്കും വരിക. അത് വരും ഉറപ്പായിട്ടും. ഒരു വിത്തിൻ 1 month, ഒരു മാർച്ച് 20 മാർച്ച് 30 ഇവിടെ ലോഞ്ച് ചെയ്യും. ഓക്കെ ഫൈൻ. നുവൈസ്, ഞാൻ ഫൈനലി നിങ്ങൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഗുഡ്സിൽ ആരംഭിക്കുകയും പിന്നീട് അവസാനം ഇപ്പോൾ കുക്ക്വെയറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഈ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻ എന്ന് പറയുന്ന സംഗതി എന്തുമാത്രം നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് സാധ്യതകൾ കാണുന്നത്? ഞങ്ങളുടെ ഒരു മേഖല ഒന്ന്, ഞങ്ങൾ കിച്ചൺ വെയർ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പം. അതോടൊപ്പം ഇലക്ട്രോണിക്സിൽ ഡിസ്പ്ലേ, TV. ഇപ്പം ഞങ്ങൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ നമ്പർ 3 മാർക്കറ്റ് ഷെയർ ഉണ്ട്. സാംസങ്, LG കഴിഞ്ഞാൽ നമ്മൾക്കാണ് ഇംപെക്സിനാണ് മാർക്കറ്റ് ഷെയറിൽ ക്വാണ്ടിറ്റിയിൽ നമ്പർ 3 എത്താൻ പറ്റിയിട്ടുണ്ട്. ഈ ഹോം അപ്ലയൻസ് എന്ന് പറയുന്നത് എവറി ഒരു 5 years കഴിയുമ്പം പുതിയ മാറിക്കൊണ്ടേ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരു എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റിയാണ്. ലൈഫ് സൈക്കിളിൻ്റെ കൂടെ ഒരാളുടെ ലൈഫിൻ്റെ കൂടെ മിനിമം ഒരു 4 വട്ടമൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 5 വട്ടമൊക്കെ കൂടെ ഒരു ഹാപ്പി കസ്റ്റമർ ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഫൈനലി ഈ ടെക്നോളജി എന്ന് പറയുന്ന സംഗതി ഭയങ്കരമായി വികസിക്കുകയും ഒരർത്ഥത്തിൽ ചീപ്പായിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. പണ്ടത്തെ പോലെ ഒരു ഭയങ്കര ലക്ഷറി അല്ല. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഈ പുരോഗമനം എന്ന് പറയുന്ന സംഗതി നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറച്ചുകൂടി അഫോർഡബിൾ ആക്കുകയാണോ ചെയ്യുന്നത്? കൂടുതൽ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ ഒരു അഫോർഡബിലിറ്റി ഉണ്ടാകുന്ന മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അഫോർഡബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് പ്രോഡക്റ്റ് ആ പ്രൈസിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രൊഡക്റ്റ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. പ്രൈസ് ആൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. പക്ഷെ അടുത്ത വർഷം കഴിയുമ്പോൾ കുറച്ചും കൂടി ആ വിലക്ക് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്ത പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെയാണ് മാർക്കറ്റ് സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള 2 ബിസിനസ്സുകാർ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര നമുക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കാണാൻ കഴിയുന്നവരാണ്. വലിയ ഉയരങ്ങളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞ മനുഷ്യർ. പക്ഷേ ഇപ്പോഴും പുതിയ വികാസങ്ങളെക്കുറിച്ച്, പുതിയ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് സ്വപ്നം കാണുകയും നിരന്തരമായി അധ്വാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അവരുടെ വളർച്ച മലയാളികളുടെ ആകമാനം വളർച്ചയായി മാറട്ടെ. നമുക്ക് വലിയ വർക്ക് ഫോഴ്സ് കയ്യിലുള്ള ആൾക്കാരാണ്. ആ നിലയ്ക്കുള്ള മലയാളികളുടെ തൊഴിൽ സാധ്യതകളെയും വികസിപ്പിക്കുന്ന സംരംഭകരും തൊഴിൽദാതാക്കളും ഒക്കെയാണ്. ഒപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പ്രചോദനം ഉണ്ടാക്കാൻ കഴിയുന്നൊരു വഴിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചോ എന്നെനിക്കറിയില്ല. എങ്കിലും അവർക്ക് അവരുടെ ഒരു പ്ലാൻ ആൻഡ് അവരുടെ ഒരു വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ അവർക്കെല്ലാ ഭാവുകങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തുള്ള പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുന്നു. അവസാനിപ്പിക്കുന്നു. താങ്ക് യു.